ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു M3 റെക്കോർഡ്സ്. ഇന്നത്തെ വീഡിയോ ഒരു ട്രാവൽ വ്ളോഗാണ്. ഇത് UAEയുടെ ബോർഡറായ ഹദ്ദ എന്നുള്ളൊരു ടൂറിസ്റ്റ് പ്ലേസ് ആണ്. UAE ഒമാൻ ബോർഡറാണ്. അപ്പോൾ നിങ്ങൾ വീഡിയോ കണ്ട് ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്യുക. അപ്പോഴാണ് നോട്ടിഫിക്കേഷൻ കിട്ടുള്ളൂ. ലെറ്റ്സ് ഗോ ടു ദ വീഡിയോ. ഇന്നത്തെ യാത്രയിൽ ഞങ്ങളുടെ കൂടെ പപ്പായുടെ ഫ്രണ്ട്സ് ആൻഡ് ഫാമിലി ഉണ്ട്. അവർ ബാക്കിൽ വേറെ കാറിലായിട്ട് വരുന്നുണ്ട്. ഞങ്ങളൊരു 12 മണിക്കാണ് ഷാർജയിൽ നിന്ന് പുറപ്പെട്ടത്. ഷാർജയിൽ നിന്ന് ഹദ്ദയ്ക്ക് ഏകദേശം 120 കിലോമീറ്റർ ഉണ്ട്. ഇത് റോഡ് ട്രിപ്പ് വീഡിയോ ആണ്. ഫ്രൈഡേ ആയ കാരണം റോഡ് സൈഡിൽ കുറേ വണ്ടികൾ ക്യാമ്പിങ്ങിനായിട്ട് വന്നിട്ടുണ്ട്. പിന്നെ റോഡിന്റെ സൈഡിൽ ഫ്രൂട്ട്സ് കച്ചവടക്കാരെ കാണുന്നുണ്ട്. ചില വണ്ടിക്കാർ നിർത്തി വാങ്ങുന്നുണ്ട്. ഇത് കുറച്ച് പഴയ റോഡാണ്. ഇപ്പൊ മരുഭൂമി കഴിഞ്ഞ് മലകളുള്ള സ്ഥലമാണ്. ഇപ്പൊ ഇങ്ങനെ പോകുമ്പോ ചെവിയൊക്കെ അടയുണ്ട്. നല്ല ഉയരമുള്ള സ്ഥലമാണ്. നല്ല സീനറിയുള്ള റോഡാണ്. പല വലുപ്പത്തിലും നിറത്തിലുമുള്ള മലകളാണ്. വീക്കെൻഡ് ആയ കാരണം ആൾക്കാരൊക്കെ ക്യാമ്പിങ്ങിന് വരുന്ന പ്ലേസ് ആണ്. ഈ മലയുടെ സൈഡിലുള്ള പുല്ലിനൊക്കെ നല്ല ഗോൾഡൻ കളറാണ്. നല്ല രസമാണ് കാണാൻ. ഇവിടെ റോഡ് പണി നടക്കുന്ന കാരണം ഒറ്റ റോഡുള്ളൂ. അപ്പോൾ ഞങ്ങൾ ഹദ്ദയിലെത്തി. ഇത് നമ്മളുടെ നാട്ടിലത്തൊക്കെ പോലെ ഒരു ചെറിയ ടൗൺ ആണ്. ഇവിടുന്ന് കുറച്ച് പോയാൽ ഒമാൻ ബോർഡർ ആണ്. അപ്പൊ ഞങ്ങൾ പപ്പായുടെ ഫ്രണ്ടിനെ കാണാൻ അവിടെ നിർത്തി. പിന്നെ ഞങ്ങൾ ഫുഡ് കഴിക്കാനായിട്ട് ഒരു ഫാമിലേക്കാണ് പോയത്. ഫാം എത്തിയപ്പോൾ നാട്ടിലത്തെ ഒരു ഓർമ്മ വന്നു. ഇവിടെ നാട്ടിലത്തെ പോലെ മാവും കോഴിയും ഒക്കെ ഉണ്ട്. ഞങ്ങൾ ഫുഡ് കഴിക്കുന്നത് ഈത്തപ്പന തോട്ടത്തിലാണ്. ഞങ്ങളവിടെ എത്തിയപ്പോൾ 2 മണി കഴിഞ്ഞു. അവിടെ എത്തിയപ്പോൾ എല്ലാവർക്കും വിശക്കാൻ തുടങ്ങി. അപ്പോൾ ആദ്യം തന്നെ ഫുഡ് കഴിച്ചു. ഫുഡ് സ്പെഷ്യൽ ഒട്ടക ബിരിയാണിയും ചിക്കൻ ബിരിയാണിയും ഒക്കെ ഉണ്ടായിരുന്നു. അപ്പം ഞങ്ങൾ ഫുഡ് കഴിച്ച് ഹദ്ദ ഡാം കാണാൻ പോവാണ്. ഇത് ഹദ്ദ ഫുട്ബോൾ ക്ലബിന്റെ സ്റ്റേഡിയമാണ്.
ശരിക്കും ഇവിടുത്തെ റോഡും മലൊക്കെ കാണുമ്പോൾ നാട്ടിലത്തെ പോലെ ഉണ്ട്. ഇവിടെ ഹോഴ്സ് റെന്റിന് കൊടുക്കുന്ന സ്ഥലമാണ്. ഹദ്ദ ഡാമിൻ്റെ പാർക്കിങ്ങിലേക്ക് പോവാണ്. പാർക്കിങ്ങിന് ഡാമിൻ്റെ മേലേക്ക് കുറേ നടക്കാനുണ്ട്. ഇതൊരു അടിപൊളി ബ്യൂട്ടിഫുൾ പ്ലേസ് ആണ്. ഡാമിൽ ബോട്ടിംഗ് ഉണ്ട്. കോവിഡും തിരക്കൊക്കെ കാരണം ബോട്ടിങ്ങിൻ്റെ അവിടേക്ക് പോയില്ല. ഇവിടുന്ന് നോക്കുമ്പോൾ നല്ലൊരു വ്യൂ ആണ്. കുറച്ചു നേരം ഞങ്ങൾ അവിടെ നിന്ന് കണ്ടിട്ട് തിരിച്ചു പോവാണ്. പാർക്കിങ്ങിൻ്റെ അവിടേക്കൊക്കെ കുറേ നടക്കാനുണ്ട്. ഇപ്പം നല്ല തണുപ്പുണ്ട്. ഇപ്പം രാത്രിയായി തുടങ്ങി. അയാനും ഞാനും പാർക്കിക്ക് പോകണം പറഞ്ഞപ്പോൾ പപ്പ ഇവിടെ അടുത്തുള്ളൊരു പാർക്കിക്ക് പോയി. ഇത് ഹദ്ദയിലുള്ളൊരു ഹിൽ പാർക്കാണ്. അപ്പോൾ ഞങ്ങൾ കുറച്ചു നേരം അവിടെ കളിച്ചു. ഇതാ എൻ്റെ ഫ്രണ്ട് ജന്ന. അപ്പോൾ ഞങ്ങൾ കുറച്ചു നേരം കളിച്ചിട്ട് പാർക്കിൽ നിന്ന് ഇറങ്ങി. അപ്പോൾ ഞങ്ങൾ തിരിച്ച് വീട്ടിലേക്ക് പോവാണ്. അടുത്ത വീഡിയോ വീണ്ടും വരുന്നത് വരെ അസ്സലാമ. ബൈ ബൈ. താങ്ക്സ് ഫോർ വാച്ചിങ് മൈ വീഡിയോ.